തൻ്റെ കയ്യിലിരിക്കുന്ന അബിയുടെ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് ശ്രീ. അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട്. അവ ചുവന്നിറങ്ങിയിട്ടുണ്ട്. മുഖമെല്ലാം നീരുവെച്ച് കണ്ണുകൾ ഇറുക്കിയിരിക്കുന്നു. മോളെ. പുറകിൽ നിന്ന് തൻ്റെ അച്ഛൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ശ്രദ്ധ അവിടേക്ക് പോയി. തൻ്റെ അച്ഛനെ കണ്ടതും അവൾ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അയാൾക്കടുത്തേക്ക് പോയി. എന്തായി അച്ഛാ? അബിയേട്ടന് സമ്മതിച്ചോ? അവളെ ഉപേക്ഷിച്ച് എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞോ? പ്രതീക്ഷയോടെ തന്നോട് തിരക്കുന്ന മകൾക്ക് കൊടുക്കാൻ മറുപടിയില്ലാതെ അയാൾ ഉഴറി. അവളുടെ കണ്ണിൽ തെളിഞ്ഞു കാണുന്ന പ്രതീക്ഷ തല്ലിക്കെടുത്ത് അയാൾക്ക് കഴിയുമായിരുന്നില്ല. കാരണം അഭിമന്യു എന്ന ഭ്രാന്ത് അവളിൽ അത്രത്തോളം ആഴ്ന്നിറങ്ങിയതാണെന്ന് അയാൾക്കറിയാം. അബിയുടെ പ്രതികരണം എന്താണെന്ന് ഇപ്പോൾ അവളെ അറിയിച്ച അവളുടെ പ്രതികരണം ഇവിടെ ഒരു വലിയ ഭൂകമ്പമായിരിക്കും സൃഷ്ടിക്കുക. അതുകൊണ്ട് അല്പം കരുതലോടെ മുൻപോട്ട് നീങ്ങാൻ തന്നെ സൂര്യദേവ് തീരുമാനിച്ചു. മോള് വിഷമിക്കേണ്ട, അച്ഛൻ അവനോട് സംസാരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അച്ഛനെ വിഷമിപ്പിക്കാൻ ഇന്ദ്രൻ സമ്മതിക്കില്ല. ഇന്ദ്രൻ പറഞ്ഞ അബി കേൾക്കും. ഒരു ചെറുപുഞ്ചിരിയോട് കൂടി അവളോട് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ ഇന്ദ്രൻ എന്ന് പുതിയ വഴി തെളിഞ്ഞു വന്നു. എന്നാൽ ഇതേ സമയം അയാളുടെ വാക്കുകൾ തീർത്ത സമാധാനത്തിൽ ഒന്ന് ചിരിച്ചു ശ്രീ. കണ്ണുകൾ രണ്ട് കൈ കൊണ്ട് അമർത്തി തുടച്ച് അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചാരി. എനിക്ക് അബിയേട്ടനെ വേണം അച്ഛേ. അബിയേട്ടനില്ലെങ്കിൽ ശ്രീ ഉണ്ടാവില്ല. ഞാൻ മരിച്ചു പോകും. തൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി പറയുന്ന ശ്രീയെ അയാൾ ഒന്നുകൂടി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇതേ സമയം തളർന്നു കിടക്കുന്ന തൻ്റെ അച്ഛനെടുത്തിരിക്കുവാണ് ഇന്ദ്രൻ. ക്ഷീണം കൊണ്ട് തളർന്നു പോയി മുഖത്ത് തന്നെ നോക്കിയിരിക്കുമ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ തോളിലെത്തി നടക്കുന്ന അച്ഛൻ്റെ ചിത്രം വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു. മക്കളുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിന്ന അച്ഛൻ ഗൗരവക്കാരനും കർക്കശക്കാരനുമായത് ദുർഗ പോയതിന് ശേഷമാണ്. അവളോടുള്ള ഇഷ്ടത്തിന് മുകളിൽ എപ്പോഴോ ദേഷ്യവും വാശിയും കടന്നു കയറി. അവളെക്കുറിച്ച് തിരക്കാനോ അവളുടെ അടുത്തേക്ക് പോകാനോ അച്ഛൻ അനുവദിച്ചിരുന്നില്ല. അപ്പോഴെല്ലാം അച്ഛനോട് ദേഷ്യം തോന്നിയെങ്കിലും അതെല്ലാം തൻ്റെ മകളോടുള്ള അച്ഛൻ്റെ സ്നേഹം കൂടുതലായി കണ്ടുള്ളൂ. എന്നാൽ ശിവാനിയുമായുള്ള എൻ്റെ പ്രണയം അച്ഛൻ എതിർത്തപ്പോൾ ആദ്യം അച്ഛനെ എതിർത്തു. അവളെ കൊണ്ടാണ് വരാൻ തുനിഞ്ഞ ഞാൻ അവളെ വേണ്ടെന്ന് വെച്ചതുപോലും അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ദുർഗ അച്ഛൻ നൽകിയ വേദന ഞാൻ അച്ഛന് നൽകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രമാണ്. കണ്ണുകൾ അടച്ചു കിടക്കുന്ന രവിവർമ്മയെ തന്നെ നോക്കിയിരിക്കുവാണ് ഇന്ദ്രൻ. പെട്ടെന്നാണ് പതിയെ കണ്ണ് ചിമ്മി തുറക്കുന്ന രവിവർമ്മയെ അയാൾ ശ്രദ്ധിക്കുന്നത്. അവശതയോടെ കണ്ണു തുറന്ന രവിവർമ്മ തൻ്റെ മുൻപിലിരിക്കുന്ന ഇന്ദ്രനെ കണ്ടതും ആ കണ്ണുകൾ വിടർത്തി അയാളെ നോക്കി. മോനെ ഇന്ദ്ര എന്ന് വിളിച്ചുകൊണ്ട് അയാൾ ഇന്ദ്രൻ്റെ കൈ കവർന്നതും അയാളെ തന്നെ നോക്കി ഇന്ദ്രൻ. അച്ഛൻ എഴുന്നേൽക്ക്, ഒരുപാട് നേരമായില്ലേ ഉറങ്ങുന്നത്? ഇനി മരുന്ന് കഴിച്ചിട്ട് കിടക്കാം. എനിക്കൊന്നും വേണ്ട ഇന്ദ്ര. ഒരുപാട് കാലം ആയുസ് നീട്ടി വലിച്ചു തരാതെ ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. കണ്ണുകളടച്ച് അങ്ങേയറ്റം വേദനയോടെ രവിവർമ്മ പറയുമ്പോൾ അയാളുടെ വാക്കുകളിൽ പകച്ചു നിൽക്കുകയായിരുന്നു ഇന്ദ്രൻ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഇനിയും ഒരുപാട് കാലം മക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ? ഗൗരവം സംശയം വേദന നിറച്ച് രവിയോട് അത് ചോദിക്കുമ്പോൾ ആ കാരണം അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഇന്ദ്രൻ്റെ ഉള്ളു മുഴുവൻ. ഇല്ല ഇന്ദ്ര, ഇനി എനിക്കൊരുപാട് കാലം ആയുസുണ്ടെന്ന് തോന്നുന്നില്ല. നിനക്കെന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ അവസാനത്തെ ആഗ്രഹം നീ സാധിച്ചു തരണം. അച്ഛാ. അച്ഛൻ്റെ വാക്കുകളിൽ കിട്ടിയ അയാൾ ശാസനയോടെ അച്ഛനെ വിളിച്ചതും ആ മകൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു രവിവർമ്മ. എൻ്റെ ആഗ്രഹം എനിക്ക് നീ സാധിച്ചു തരുമെന്ന് എനിക്ക് വാക്കുതാ. കണ്ണ് നിറച്ച് ദയനീയമായി പറയുന്ന അച്ഛൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ഇന്ദ്രൻ പതറി. വാക്ക് അച്ഛൻ്റെ ഏതാഗ്രഹവും ഈ ഇന്ദ്രൻ സാധിച്ചു തരും, അതും അച്ഛൻ ജീവനോടെ ഉള്ളപ്പോൾ തന്നെ. ഗൗരവത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഉറച്ച വാക്കുകളിൽ ഇന്ദ്രൻ പറയുമ്പോൾ അയാളുടെ ആ വാക്കുകൾ രവിവർമ്മയിൽ നഷ്ടപ്പെട്ട ആത്മവിശ്വാസവും ധൈര്യവും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കാരണം ഈ ലോകത്ത് അഭിമന്യു ദുർഗയുടെ വാക്കിനു ശേഷം മറ്റാരുടെയെങ്കിലും വാക്കുകൾക്ക് വില നൽകുന്നുണ്ടെങ്കിൽ അത് ഇന്ദ്രൻ്റേതാണ്, ഇന്ദ്രൻ്റേത് മാത്രം. അമ്പലത്തിൽ നിന്ന് വന്നതിനു ശേഷം ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ ഇറങ്ങിയത്. വീട്ടിലേക്ക് വന്ന് കയറിയ ഉടനെ ഫ്രഷായി ലാപ്പും തുറന്നു വെച്ചിരിക്കുന്നവനെ ഒന്ന് നോക്കിയതിനു ശേഷം ചിത്ര നേരെ കിച്ചണിലേക്ക് പോയി.
ആനന്ദ് വരാൻ ഇനിയും 2 ദിവസം കൂടെ കഴിയും. അതുകൊണ്ട് ഇന്നും കിച്ചൺ ഡ്യൂട്ടി ചിത്രയ്ക്കാണ്. ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ അഭിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അവൾ പഠിച്ചിരുന്നു. അവന് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ വല്ലാത്തൊരാവേശമായിരുന്നു അവൾക്ക്. ഈ സമയമെല്ലാം മുകളിലെ മുറിയിലിരുന്ന് കാര്യമായി ജോലിയിലായിരുന്നു അവനും. ഉച്ചയ്ക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഓരോന്ന് കൃത്യമായി എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ച് വിളിക്കാനായി മുകളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നത്. കിഷോർ ഇന്നെത്തും പറഞ്ഞതുകൊണ്ട് കിഷോറാകുമെന്ന് കരുതി ചിത്ര ആവേശത്തോടെ ഡോറിനടുത്തേക്ക് പോയി. എന്നാൽ ഇതേ സമയം ഡോറിന് പുറത്തു നിൽക്കുന്ന ഇന്ദ്രൻ അഭിയെ എങ്ങനെ സംസാരിച്ച് കൺവിൻസ് ചെയ്യുമെന്നുള്ള ചിന്തയിലായിരുന്നു. അപ്രതീക്ഷിതമായി തൻ്റെ മുൻപിലുള്ള കതക് തുറന്നതും ഇന്ദ്രൻ്റെ ശ്രദ്ധ അവിടേക്ക് പോയി. കതകിനടുത്ത് നിൽക്കുന്ന ചിത്രയെ കണ്ടതും അയാളുടെ മുഖം ഗൗരവത്തിലായി. ഇതേ സമയം അപ്രതീക്ഷിതമായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ട് ചിത്രയും ഒന്ന് ഞെട്ടിയിരുന്നു. അഭിയില്ലേ? ഗൗരവത്തിൽ ശബ്ദം അവിടെ മുഴങ്ങിയതും പതിഞ്ഞ ശബ്ദത്തിലുള്ള ചിത്രയുടെ മറുപടിയും എത്തിയിരുന്നു. അകത്തുണ്ട്, വിളിക്കാം. അത് പറഞ്ഞ് തിരിയാൻ നിന്ന ചിത്രയെ തടഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. വേണ്ട, ഞാൻ അങ്ങോട്ട് പൊക്കോളാം. പറയുന്നതിൻ്റെ കൂടെ ചിത്രയെ മറികടന്ന് മുൻപോട്ട് പോയി. അടിവെച്ച് ഇന്ദ്രൻ അവിടെ തന്നെ നിന്നു. കോൺട്രാക്റ്റിൻ്റെ പേരിൽ അഭി നിനക്ക് തരാനുള്ള പണമെല്ലാം തന്നു തീർത്തതല്ലേ? ഗൗരവത്തിലുള്ള ഇന്ദ്രൻ്റെ വാക്കുകൾ കേട്ടതും ചിത്രയിൽ ഒരു ഞെട്ടലുണ്ടായി. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ തല താഴ്ത്തിയൊന്ന് മൂളിയതും ഇന്ദ്രൻ അവളെ തന്നെ നോക്കി. അപ്പം അഭി പറയുമ്പോൾ നീ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുമല്ലേ? ഗൗരവത്തോടെ ഇന്ദ്രൻ ആ ചോദ്യം ചോദിച്ചതും അതിൽ പകച്ചു പോയത് ചിത്രയായിരുന്നു. അവളുടെ മനസ്സ് ആ ചോദ്യത്തിൽ തന്നെ കുടുങ്ങിക്കിടന്നു. അതവളെ വല്ലാതെ നോവിക്കുന്നത് പോലെ അവളിലെ ആ നോവ് കണ്ണുനീരായി പുറത്തേക്ക് വന്നു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഗൗരവത്തോടെയുള്ള ഇന്ദ്രൻ്റെ ശബ്ദം വീണ്ടും കേട്ടതും മറുപടി പറയാൻ കഴിയാതെ അവൾ തലതാഴ്ത്തി നിന്നു. എന്നാൽ ചിത്രയുടെ ഈ പെരുമാറ്റം ഇന്ദ്രൻ പുച്ഛത്തോടെയാണ് നോക്കിയത്. അപ്പം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് അവരുടെ വാക്കുകളായിരുന്നു. അവളൊരു പോക്ക് കേസാ സാറേ. പണം കണ്ട് തന്നെ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അവളുടെ സ്വഭാവം വെച്ച് അവൾ അത്ര പെട്ടെന്നൊന്നും പുളിങ്കൊമ്പ് വിടില്ല. അല്ലെങ്കിലും അവൾക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്. ഇന്ദ്രൻ അവളെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. ആ കണ്ണുനീരും അവളുടെ വേദനയും ഇന്ദ്രൻ അവളുടെ മുഖം മൂടിയായാണ് തോന്നിയത്. നീ ഇനി അധിക കാലം ഇവിടെ ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ തയ്യാറായി നിന്നോ. ഒരു പുച്ഛത്തോടെ അത് പറഞ്ഞ് ചിത്രയെ മറികടന്ന് മുൻപോട്ട് പോകുമ്പോൾ മനസ്സ് നിറയെ അവളോടുള്ള വെറുപ്പായിരുന്നു. ബീൻ ബാഗിൽ കണ്ണടച്ച് കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് മുഴുവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കണക്കൂട്ടലുകളായിരുന്നു. പ്രതികാരം ചെയ്യാനുള്ളൊരു കുറുക്ക് വഴിയും അവൻ തേടി പിടിച്ചുകൊണ്ടിരുന്നു. അബി! പെട്ടെന്ന് പുറകിൽ നിന്ന് ഇന്ദ്രൻ്റെ ശബ്ദം കേട്ടതും എഴുന്നേറ്റവൻ വാതിലിനടുത്തേക്ക് നോക്കി. അങ്കിൾ എപ്പോൾ വന്നു? തൻ്റെ മടിയിലുള്ള ലാപ്പ് മുൻപിലുള്ള ടേബിളിൽ വെച്ചുകൊണ്ടാണ് അവൻ അത് ചോദിച്ചത്. കുറച്ച് നേരമായി. നിനക്ക് ടൈമുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് കുറച്ച് സീരിയസ് ആയി സംസാരിക്കാനുണ്ടായിരുന്നു. പതിവ് ഇന്ദ്രൻ സംസാരിച്ചതും അയാളെ നോക്കി അവൻ സംശയത്തോടെ നിന്നു. അബി, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ ഇന്ന് വരെ ഒരു അനന്തരവൻ്റെ സ്ഥാനമല്ല, ഒരു മകൻ്റെ സ്ഥാനം തന്നെയാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളതെന്നും ഞാൻ നിന്നിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തതല്ല. പക്ഷേ ഇപ്പോൾ ആദ്യമായി നിന്നോട് കാര്യം ചോദിക്കുവാണ്. ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ നീ എന്നെ സഹായിക്കുമോ അബി? മനസ്സിലായില്ല. സംശയത്തോടുകൂടി ഇന്ദ്രനോട് ചോദിക്കുമ്പോൾ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചെറിയൊരു സൂചനയുണ്ടെങ്കിലും അതവൻ പുറത്ത് കാണിച്ചിരുന്നില്ല. അബി, അച്ഛനെ ഞാൻ കണ്ടിരുന്നു. മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്നോട് നടത്തി കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് നടത്തി കൊടുക്കാമെന്ന് അദ്ദേഹത്തിന് വാക്കുകൊടുത്തു. അപ്പം ഞാൻ ശ്രീദേവിയെ വിവാഹം കഴിക്കണമെന്നാണോ അങ്കിൾ പറഞ്ഞു വരുന്നത്? അല്പം മടിയോടെ തന്നോട് സംസാരിക്കുന്ന ഇന്ദ്രനെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ ഗൗരവത്തിൽ അബി അത് ചോദിച്ചതും ഒരു നിമിഷം എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ അയാളൊന്ന് ഉഴറി. അബിക്ക് തൻ്റെ അച്ഛനോടും കുടുംബത്തിനോടുമുള്ള ദേഷ്യം മറ്റാരെക്കാളും നന്നായി ഇന്ദ്രൻ അറിയാവുന്നതാണ്. എന്നിട്ടും അവനോട് ഇങ്ങനെ ഒരു ചോദിക്കേണ്ടി വരുന്നത് അയാൾക്ക് അയാളോട് അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും പേരിലാണ്. പിന്നെ ഇത് തൻ്റെ ആവശ്യമായതുകൊണ്ട് അദ്ദേഹം സംയമനം വീണ്ടും എടുത്തു. അബി, അവളെ നീ വിവാഹം കഴിച്ച അച്ഛൻ്റെ ആഗ്രഹം സാധിക്കുക എന്നതിലുപരി നഷ്ടപ്പെട്ടു പോയി നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യം വീണ്ടും തിരിച്ചു പിടിക്കുക കൂടിയാണ്.
നീയും അച്ഛനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇനിയുള്ള കാലം ഒന്നിച്ചൊരു കുടുംബമായി ജീവിക്കാൻ കിട്ടിയ ഒരു അവസരമാണിത്. ഒരുപക്ഷെ ദുർഗയും ഇത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. ഇതുവരെ നടന്നതെല്ലാം നമുക്ക് മറക്കാം അബി. ഒന്നിച്ചൊരു കുടുംബമായി ഇനി മുന്നോട്ട് കഴിയാം. അതിനുള്ളൊരു ചവിട്ടുപടി ആയിരിക്കും ഈ വിവാഹം. അബിയെ നോക്കി അത് പറയുമ്പോൾ ഓരോ വാക്കുകളും ഇന്ദ്രന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ വന്നവയായിരുന്നു. സോറി അങ്കിൾ, എനിക്ക് കഴിയില്ല. അബിയുടെ ആ വാക്കുകൾ ഇന്ദ്രന്റെ ചെവിയിൽ ഇടുത്തി പോലെയാണ് വന്ന് വീണത്. ഇന്ദ്രൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നു അത്. ഇന്ന് വരെ താൻ അവനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാം അവൻ്റെ ഇഷ്ടം, അവൻ്റെ ഭാവി, അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നും അവനോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് ശ്രീദേവി നിനക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ കാരണം എന്താണ്? അവൻ നമ്മുടെ കുടുംബത്തിലുള്ളത് കൊണ്ടാണോ? അബിയുടെ മുഖത്തേക്ക് നോക്കി ഇന്ദ്രൻ അത് ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സിലെവിടെയെങ്കിലും ചിത്രസ്ഥാനം പിടിച്ചിട്ടുണ്ടാകുമോ എന്നൊരു സംശയം അയാളിൽ ഉണ്ടായിരുന്നു. എങ്കിലും അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുതെന്ന് അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നത്. കാരണം അയാൾക്ക് ചിത്രയോട് വെറുപ്പാണ്. അയാളിൽ അവളോടുള്ള ആ വെറുപ്പ് കുത്തി നിറച്ചത് അവളുടെ ചെറിയമ്മയും. എന്നാൽ ഈ സമയം ഇന്ദ്രന് കൊടുക്കാനുള്ള ഉത്തരം നേരത്തെ തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു അബി. അതും ഒരു കാരണമാണ്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും വലിയ കാരണം എൻ്റെ ഭാര്യ തന്നെയാണ്. നിലവിന് എനിക്കൊരു ഭാര്യയുള്ളപ്പോൾ ഞാനെന്തിന് ശ്രീദേവിയെ വിവാഹം കഴിക്കണം? ഉറച്ച വാക്കുകളോടുകൂടി അബി അത് പറയുമ്പോൾ ആ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇന്ദ്രൻ. അബി, അവൾ നിന്റെ ജോലിക്കാരി മാത്രമാണ്. കുറച്ചു നാളത്തേക്ക് നിന്റെ ഭാര്യയായി അഭിനയിക്കാൻ വന്നവൾ. പിന്നെ ചിത്രയെ ഞാൻ ഭാര്യയായി അഭിനയിക്കാൻ കൊണ്ടുവന്നത് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ. എന്നാൽ ഇപ്പോൾ അവൾ എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയാണ്. അങ്ങനെ തന്നെ ആയിരിക്കും എന്നും. അതുവരെ ഒന്നും മിണ്ടാതെ നിന്ന അബി ഇന്ദ്രന്റെ ജോലിക്കാരി എന്ന വാക്കിൽ തന്നെ തറഞ്ഞു നിന്നു. ആ വാക്ക് അവനിൽ ഉണ്ടാക്കിയ ദേഷ്യവും അമർഷവും നിയന്ത്രിക്കാൻ കഴിയാതെയാണ് അവൻ ഇന്ദ്രനോട് ശബ്ദമുയർത്തിയത്. എന്നാൽ അബിയുടെ ഈ പ്രവൃത്തി ഇന്ദ്രനെ ആകെ ഞെട്ടിച്ചിരുന്നു. അധികം സ്നേഹപ്രകടനം കാണിക്കുന്ന പ്രകൃതക്കാരനല്ലെങ്കിലും ഇന്ദ്രന്റെ വാക്കുകളൊന്നും ബഹുമാനിച്ചിട്ടുണ്ട്. ബഹുമാനത്തോടെയല്ലാതെ ഇന്ദ്രനെ അവനൊന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം തനിക്ക് നേരെ നിന്ന് ഉറച്ച ശബ്ദത്തോടുകൂടി ചിത്രയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന അബിയിലേക്കാണ് അതുവരെ നിയന്ത്രിച്ചു നിന്ന് ഇന്ദ്രന്റെ ദേഷ്യം പുറത്തേക്ക് വരാൻ തുടങ്ങി. അബി, നീ അവൾക്ക് വേണ്ടിയാണോ എൻ്റെ വാക്കുകൾ തള്ളിക്കളയുന്നത്? കുറച്ച് പണത്തിന് വേണ്ടി നിന്റെ ഭാര്യയായി അഭിനയിക്കാൻ വന്നവളാണ്. നിന്നേക്കാൾ സമ്പത്തുള്ള ഒരാളെ അവളുടെ അടുത്തേക്ക് വന്നാൽ നിന്നെ അവൾ ഉപേക്ഷിച്ച് പോകില്ലെന്ന് നിനക്ക് എങ്ങനെ ഉറപ്പിക്കാം? വാശിയും ദേഷ്യവും നിറച്ചുകൊണ്ട് അബിയോട് അത് ചോദിക്കുമ്പോൾ ചിത്രയോടുള്ള അയാളുടെ വെറുപ്പ് അങ്ങേയറ്റം എത്തിയിരുന്നു. എന്നാൽ അതേസമയം ഇന്ദ്രന്റെ വാക്കുകൾ അബിയെ അങ്ങേയറ്റം ദേഷ്യത്തിലാക്കിയിരുന്നു. മതി, ചിത്ര എൻ്റെ ഭാര്യയാണ്. മറ്റാരേക്കാളും എനിക്ക് അവളെ വിശ്വാസമാണ്. ഒന്നിൻ്റെ പേരിൽ ഞാൻ അവളെ ഉപേക്ഷിക്കില്ല. അയാളുടെ മുഖത്തേക്ക് നോക്കി ഉറച്ച ശബ്ദത്തോടെ അബി അത് പറയുമ്പോൾ ഇന്ദ്രൻ ചിത്രയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അവനിൽ ഏൽപ്പിച്ച നോവിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൻ. അവൻ്റെ വാക്കുകൾ ഇന്ദ്രനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി അബി തനിക്കെതിരെ സംസാരിക്കുന്നു, അതും അവൾക്ക് വേണ്ടി. അപ്പോൾ നിനക്ക് എന്നെക്കാളും വലുത് ഇന്നലെ വന്നു കയറിയ അവളാണല്ലേ? അവൾക്ക് വേണ്ടി നീ എന്നെ തള്ളി പറയുകയാണോ? അബിയുടെ മുഖത്ത് നോക്കി ഇന്ദ്രൻ അത് ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, തൊണ്ടയിടറുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം ഇന്ദ്രന്റെ ആ അവസ്ഥ അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഉടനെ ഇന്ദ്രന്റെ മുഖത്ത് നോക്കി അബി സംസാരിച്ചു തുടങ്ങി.